ഹായ്, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 കേരള സിലബസിൻ്റെ മലയാളം കേരള പാഠാവലിയുടെ നമ്മൾ ഒരു ചാപ്റ്റർ എടുത്തായിരുന്നു നേരത്തെ. ഇലകൾ എന്ന് പറയുന്ന പാഠം നേരത്തെ എടുത്തിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ അതിനകത്തിലെ തന്നെ രണ്ടാമത്തെ പാർട്ട്. നോക്കിക്കേ, ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം. നമ്മുടെ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം. നോക്കൂ നിങ്ങൾ, അതിൻ്റെ ആദ്യമേ എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായ ആയിരം അത്ഭുത കാഴ്ചകളാണ്. ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന കവിവചനം അന്വർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടി ഉള്ളതാണ് ഈ ജീവിതം. അതായത് നമുക്ക് എന്താ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും പോകണമെന്നോ എന്തെങ്കിലും കാണണമെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തണമെന്നാണ് ഇവിടെ പറയുന്നത്. എൻ്റെ മുന്നിൽ ഈ പാഠം എഴുതിയിരിക്കുന്നവരാണ് ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം. ഇത് എഴുതിയത് നോക്കിക്കേ, സുഗതകുമാരിയാണ്. ആരാണ്? സുഗതകുമാരി. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അതായത് ക്ലാസ് 7 മലയാളത്തിൻ്റെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. കണ്ടോ, ഇത് പടം കണ്ടോ നിങ്ങളെ? ഇതെന്താണെന്നറിയോ? നമ്മുടെ നീലക്കുറിഞ്ഞിയെക്കുറിച്ചാണ്. എന്താണ്? നീലക്കുറിഞ്ഞിയെക്കുറിച്ചാണ്. ഞാനിത് എളുപ്പം ഒന്ന് വായിച്ചു തരാം. ഈ കഥ വായിക്കാൻ മിക്ക കുട്ടികൾക്കും മടിയാണ് അല്ലേ? പക്ഷേ വായന കേട്ടുകൊണ്ടിരിക്കാൻ മിക്ക കുട്ടികൾക്കും, പ്രത്യേകിച്ച് കഥയൊക്കെ ആണെങ്കിൽ കേട്ടുകൊണ്ടിരിക്കാൻ മിക്ക കുട്ടികൾക്കും ഇഷ്ടമാണ് അല്ലേ? വായിക്കാൻ മിക്ക കുട്ടികളുടെ അടുത്തൊന്ന് വായിക്കാൻ പറയുമ്പം ഒന്നാമതേ എന്തുവാ വായിക്കുന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അതുതന്നെയാണ്. അതേപോലെ ആരെങ്കിലും ഒന്ന് വായിച്ചു കൊടുക്കാമെങ്കിൽ അവരത് കേട്ടിരിക്കും അല്ലേ? അപ്പം നിങ്ങൾ കേട്ടിരിക്കാമെങ്കിൽ, ഇത് കേട്ട് നിങ്ങൾ മനസ്സിലാക്കാമെങ്കിൽ നിങ്ങൾക്കിത് എഴുതാവുന്ന ക്വസ്റ്റ്യൻ ആൻസറുകളേ ഉള്ളൂ. അതായത് നോക്കിയോ നിങ്ങളെ, പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ. നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തീരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു. നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം. ഇതാര് പറയുന്നതാണ്? സുഗതകുമാരി നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണെന്നാണ് പറയുന്നത് കുറിഞ്ഞിപ്പൂക്കൾ. കുറിഞ്ഞിപ്പൂക്കളുടെ പ്രത്യേകത എന്താ കുഞ്ഞുങ്ങളെ? അത് 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ് പൂക്കുന്നത്. അപ്പം കവയിത്രി നമ്മളോട് പറയുന്നത് നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തീരാണ്ടെന്ന് വെച്ചാൽ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പൂത്തുലയുന്നുള്ളൂ. നീലക്കടൽ പോലെ നിറഞ്ഞുരാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹരമായ ദൃശ്യം നിങ്ങൾ കാണാൻ ഒരിക്കൽ പോകണമെന്നാണ് ഈ കവയിത്രി നമ്മളോട് പറയുന്നത്. അത് നിങ്ങളുടെ കണ്ണും മനസ്സും കുളിർപ്പിക്കുമെന്ന്. ഓക്കെ, എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണ് അത്. മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടലാണെന്നാണ് പറയുന്നത്. എപ്പോഴാണ് കുഞ്ഞുങ്ങളെ? അതായത് 12 വർഷത്തിലൊരിക്കലാണ് നമ്മുടെ നീലക്കുറിഞ്ഞി പൂക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് പോയി നിങ്ങൾ കാണണമെന്നും, ഇത് എവിടെയാണ്? മൂന്നാറിലെ മലനിരകളിൽ ആ 12 വർഷത്തിലൊരിക്കൽ ഇത് പൂക്കുന്ന സമയങ്ങളിൽ അവിടെ ഒരു പൂങ്കടൽ തന്നെയാണെന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, കാറ്റ്. ഇനി ഇത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടോ. കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്നത് പോലെ അവ ഒന്നിച്ച് നൃത്തം വയ്ക്കുന്നു. എന്തൊക്കെയാണ് ഈ നീലക്കുറിഞ്ഞി നിൽക്കുന്നിടത്തെ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത് കാറ്റ് വീശുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുഞ്ഞുങ്ങളെ. നിങ്ങളിത് മെനക്കെട്ടിരുന്ന് പഠിക്കുകയൊന്നും വേണ്ട. എന്താണ്? കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റും. കാറ്റ് വീശുമ്പോൾ എന്താണ്? തിരയടിച്ചിളകുന്നത് പോലെ അവ ഒന്നിച്ച് നൃത്തം വയ്ക്കുന്നു. ഓക്കെ, ആ നൃത്തത്തിന് എന്തുണ്ട്? സംഗീതമുണ്ട്. ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മദ്രസ്ഥായിലുള്ള മൂളൽ കേൾക്കാം. ഈ മദ്രസ്ഥായി എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വയ്യെങ്കിൽ എന്താ? ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മൂളൽ കേൾക്കാം എന്ന് എഴുതിയാലും മതി. ഈ ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. മനസ്സിലായോ? അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആട്ടോ. കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്നത് പോലെ അവ ഒന്നിച്ചു നൃത്തം വയ്ക്കുന്നു. ഓക്കെ, ആ നൃത്തത്തിന് എന്തുണ്ട്? സംഗീതമുണ്ട്. ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മദ്രസായിലുള്ള മൂളലുണ്ട്.
എന്നാൽ ആയിരം ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറക് ഇട്ട് ഇളക്കത്തില്ലേ കുഞ്ഞുങ്ങളെ, അതാ ഇവിടെ ഉദ്ദേശിച്ചത്. ചിറകിളക്കങ്ങളുടെയും താളമുണ്ട്. ഇത് മാത്രമാണോ? ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട്. ആരുടെയോ മധുര സ്വരത്തിലുള്ള ചിരികളുണ്ട്. അത് വനദേവതകളാവാം, ചെറുചോലകളാവാം. നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവ ലോകം ഉത്സവം കൊണ്ടാടുകയാണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആൻസറിൽ വരുന്നതാണ് കേട്ടോ. ഈ ഒരു പാരഗ്രാഫ് നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. ഇനി കുറിഞ്ഞിത്തേൻ നുകർന്ന് നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകൾക്കിടയിൽ തന്നെ ചേർന്നുറങ്ങുന്നതും കാണാം. വണ്ടുണ്ടല്ലോ, വണ്ടുകൾ. ഇത് കാരണം എവിടെ നോക്കിയാലും ഈ പൂവല്ലേ, ഇതിൻ്റെ എല്ലാം തേൻ നുകർന്നിട്ട് ഏതാണ്ട് ലഹരി പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ തന്നെ ഇതളുകൾക്കിടയിൽ തന്നെ ചേർന്ന് കിടന്ന് ഉറങ്ങുകയാണെന്ന്. ഇത് വണ്ടിനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ എഴുതരുതോ ഞാൻ വായിക്കുന്ന കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലയോ. അവയുടെ നീല കറുപ്പ്, അതായത് വണ്ടിൻ്റെ ശരീരം നീലയും കറുപ്പും കൂടെ ചേർന്നതല്ലേ. ഇത് ഈ പൂമ്പൊടി ഇങ്ങനെ എല്ലായിടവും പോയി കുടിച്ച് എന്ത് ചെയ്യുന്നു, നീല കറുപ്പും മെയ്യെന്ന് വെച്ചാൽ അതിൻ്റെ ശരീരമാകെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു. എല്ലാ പൂവിലും ചെന്ന് ഇങ്ങനെ തേൻ നുകർന്ന് ഈ വണ്ടിൻ്റെ കളർ തന്നെ മഞ്ഞ പൂമ്പൊടി പൂശിയിരിക്കുന്നു എന്നാണ്. വായുവിലാകെ ആ വാക്ക് കേട്ടോണേ, നിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു. ആ വലിയ മലഞ്ചെരുവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന പോലെ കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയിന്ന്. ഈ ഇത്രയും സൗന്ദര്യമായി ഇത് ആരാ പറയുന്നത് കുഞ്ഞുങ്ങളെ? സുഗതകുമാരി പറയുന്ന കാര്യങ്ങളാണ്. കവയിത്രി പറയുന്നത് അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ ആ വലിയ മലഞ്ചരിവുകൾ മുഴുവൻ ഫുൾ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെ കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം അങ്ങ് നിന്നുപോയിന്ന്. ഓക്കെയാണോ കുഞ്ഞെ? ഒന്ന് ഓർത്തു നോക്കൂ. ഇങ്ങനെ ഒരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ഈ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു അല്ലേ. ഇതിൻ്റെ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം പൊഴിഞ്ഞു പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചിറകുകളെല്ലാം പറന്നകലുന്നു. പറന്നകലെന്ന് വെച്ചാൽ ഇതുള്ളപ്പോഴാണ് ഇവിടെ പക്ഷികളും നമ്മളീ പറഞ്ഞ വണ്ടുകളും ചെറിയ നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ചെറിയ ഇതുണ്ടെന്ന് ജീവജാലങ്ങളും എല്ലാം അതിനകത്തുണ്ടെന്ന് പറയുന്നുണ്ട്. അത് താഴോട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ സീസൺ, ഇതിൻ്റെ പുഷ്പോത്സവം കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ നിന്ന് പോകുന്നു എന്നാണ്. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീർന്നു. ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആട്ടോ. ഇതിൻ്റെ ഈ പുഷ്പോത്സവം കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ, നമ്മുടെ മൂന്നാറിൻ്റെ അവസ്ഥ എന്തായിരിക്കും, ആ ഒരു സ്ഥലത്തെ അല്ലേ അവസ്ഥ എന്തായിരിക്കുമെന്ന് അതൊരു ക്വസ്റ്റ്യൻ ആൻസറാണ്. ചിറകുകളെല്ലാം പറന്നകലുന്നു, ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞുണങ്ങി നിൽക്കുന്നു, മലഞ്ചെരുവുകൾ ശൂന്യമായിത്തീരുന്നു, എല്ലാം നിശ്ചലമായിരിക്കും, അവിടെ നിശബ്ദവുമായിരിക്കുമെന്നാണ് പറയുന്നത്. കേട്ടോ കുഞ്ഞുങ്ങളെ? പക്ഷേ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ഈ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. പിന്നോ മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു. ഇനി ഒരു 12 കാലം കഴിയണം. അതുവരെ നീണ്ട തപസ്സിലാണ് ഈ കുറിഞ്ഞിച്ചെടികൾ. ഇനി ഇത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വീണ്ടും 12 വർഷം കൂടി കഴിയണം. അപ്പോൾ ഇത് ഉണ്ടായപ്പോൾ ഇതിൻ്റെ വിത്തുകളെല്ലാം അവിടെ താഴെ വീണ് കിടക്കുകയാണ്, കാത്തു കിടക്കുക. ഇനി ഒരു 12 വർഷമൂടെ കഴിയണം ഞങ്ങൾ ഇനി ഇത് കിളിച്ച് പൂവൊക്കെ ആയിട്ട് വരാൻ. വീണ്ടും 12 കൊല്ലം കഴിയും. വസന്തം ആകാശത്ത് നിന്ന് കാഹളം മുഴക്കിക്കൊണ്ടിറങ്ങി വരും. ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടിയുണർന്ന്, എന്ന് വെച്ചാൽ ഇടിയും മഴയൊക്കെ പെയ്യുമ്പോൾ ഈ വിത്തുകളെല്ലാം ഞെട്ടിയുണർന്ന് പച്ചിച്ച് മിന്നുന്ന കൂപ്പ് കൈയോടെ പുറത്തേക്ക് ഇറങ്ങി ഉയർന്നു വരും. അതായത് വിത്തുകളെല്ലാം കിളിച്ചു വരുമെന്ന്. വീണ്ടും അവ ലക്ഷം ലക്ഷം മൊട്ടുകൾ അണിയുകയായി. ഈ ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞ് തുടങ്ങുകയായി. പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്ന് ചിറകടികൾ കേട്ടു തുടങ്ങുകയായി. മലഞ്ചെരിവുകളിൽ ഉത്സവത്തിൻ്റെ കേളി കൊട്ട് മുഴങ്ങുകയായി. നമ്മളെപ്പോലെ ഉള്ളവർ അമ്പരന്ന് കണ്ടു നിൽക്കുന്നു.
ആർക്ക് വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ? ഒന്നു മാത്രം എനിക്കറിയാം, എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല. നോക്കൂ കുഞ്ഞുങ്ങളെ, അതൊരു ക്വസ്റ്റ്യൻ ആൻസറാണ്. നമ്മളെ പോലെ ഉള്ളവർ അമ്പരന്ന് കണ്ടിത് നിൽക്കുന്നു അല്ലേ? ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് ഈ ഒരുക്കങ്ങളൊക്കെ? ഒന്ന് മാത്രം എനിക്കറിയാം. ഈ എനിക്കെന്ന് ഉദ്ദേശിച്ച ആർക്കാ? നമ്മുടെ സുഗതകുമാരിക്കറിയാം. എന്താ? എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല. പിന്നെയോ പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത. തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല. പിന്നെയോ അതൊരു ക്വസ്റ്റ്യൻ ആൻസറാണേ. തേനീച്ചകൾക്ക് വേണ്ടിയും ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടിയാണ്, ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആകട്ടോ. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്നാണ് ആര് പറയുന്നത്? സുഗതകുമാരി പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇതിനകത്തിൽ നിങ്ങളിത് ക്വസ്റ്റ്യൻ എടുത്തിട്ട് മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മളിവിടെ പറയുന്നുണ്ട് അല്ലേ? ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും അല്ലേ? എന്തൊക്കെയാ? 1000 വണ്ടുകളും തേനീച്ചകളും ഒക്കെ ആ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി എഴുത്തുകാരി എല്ലാം മറന്ന് നിന്ന് പോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതാമെങ്കിൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്നിട്ട് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെ കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിലെല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയിന്ന് കേട്ടോ. എന്നിട്ടോ കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയാൻ കാരണം എന്താ? ഇനി നീണ്ട തപസ് കാരണം ഇപ്പോൾ അവരെന്താണ്, പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പം പൂക്കൾ വിത്തെറിഞ്ഞു. പിന്നെ മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുകയാണ്. എന്താ? ഇനി ഒരു 12 കാലം കഴിയണം, അതുവരെ നമ്മളെല്ലാം നീണ്ട തപസ്സിലായിരിക്കുമെന്ന്. ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ്? നമ്മളിവിടെ പറയുന്നുണ്ടല്ലേ, ഇവിടെ ആർക്ക് വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ? ഒന്ന് മാത്രമല്ല, എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, പിന്നെ പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത. അതാർക്കാ? തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല. തേനീച്ചകൾക്ക് വേണ്ടിയും ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്ക് വേണ്ടിയും നമ്മുടെ ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയുമാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം. കേൾക്കുന്നുണ്ടോ നിങ്ങളെ? അപ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ ഒന്നാമത്തെ പാർട്ടിൻ്റെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഇതിനകത്തിൽ എന്താണ് നമ്മുടെ ഈ ഇലകൾ എന്നുള്ള പാഠം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴെന്താണ് നമ്മുടെ ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം. ഇത് എന്തോത്തിനെ കുറിച്ചാണ്? നമ്മുടെ നീലക്കുറിഞ്ഞികളെ കുറിച്ചാണ്. 12 വർഷത്തിലൊരിക്കലാണ് ഈ നീലക്കുറിഞ്ഞി പൂക്കുന്നത്. സുഗതകുമാരി പോയി കണ്ടപ്പോഴുള്ള അനുഭവത്തെക്കുറിച്ചാണ് ഇതിനകത്തിൽ പറയുന്നത്. അതിൻ്റെ കാറ്റ് വീശുമ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആൻസറാണ്. ഇതെല്ലാം ക്വസ്റ്റ്യൻ ആൻസറുകൾ ഏതൊക്കെയാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിത് വൃത്തിയായിട്ട് മലയാളം വായിച്ച് തന്നെ പഠിക്കണം കേട്ടോ. എന്നിട്ട് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനും കൂടി പഠിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ. എപ്പോഴും എന്താണ്, ക്വസ്റ്റ്യൻ ആൻസറുകൾ സ്വന്തമായിട്ട് എഴുതി തന്നെ ആദ്യമേ അത് സ്വന്തമായിട്ട് എഴുതുമ്പോൾ തെറ്റ് വന്നോട്ടെ, പക്ഷേ അത് 2-3 വട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മിക്ക കുട്ടികൾക്കും മലയാളം എഴുതുമ്പോൾ ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് എഴുതി തന്നെ മലയാളം പഠിക്കണം. ഓക്കെ, നിങ്ങൾ മനസ്സിലായിട്ടുള്ളവർ, അല്ലെങ്കിൽ ചില മിക്ക കുട്ടികൾക്കും എന്താണ്, മലയാളം വായിക്കാൻ പറയുമ്പോൾ അവർക്ക് അങ്ങ് മടിയാണ്. എന്ന് വെച്ചാൽ എന്തുവാണെന്ന് അവർക്ക് കറക്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അത് വലുതായിട്ട് വായിക്കുന്നില്ല. അപ്പം നിങ്ങൾ ഇത് കഥ ഞാൻ ഈ പറയുന്നത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ സ്വന്തമായിട്ട് എഴുതാനും കൂടി പഠിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ. എന്ത് കമൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെന്നോട് പറയാം. ഓക്കെ, താങ്ക് യു.